നിങ്ങളൊക്കെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് ഇവിടെ വരികയും പങ്കെടുക്കുകയും ചെയ്തു എന്നുള്ളത് സത്യസന്ധമായ ഈ നിലപാട് നിങ്ങൾ കണക്കാക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ നമ്മുടെ സഭയുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിലുള്ള നിലപാടുകളെ കുറിച്ചും അന്ന് വന്ന സഹോദരങ്ങളോട് ഞാൻ സംസാരിക്കുകയുണ്ടായി. ഞാൻ അത് പറഞ്ഞ സഭാപരമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം എന്ന നിലയിൽ അഭിമന്യ മൂലക്കാട്ട് പിതാവുമായി നമുക്ക് സംസാരിക്കണമെങ്കിൽ ഞങ്ങളുടേതായ പരിമിതികളുണ്ട്. സഭയുടെ കാര്യങ്ങളാണ്. പാലാരൂപതയുടെ ഒരു വിഷയമാണ്. കടലങ്ങേണ്ട പിതാവിന്റെ നേതൃത്വത്തിൽ അത് ചർച്ച ചെയ്യും. കോട്ടയം അതിരൂപതയുടെ കാര്യമാണെങ്കിൽ അഭിമന്യ മൂലക്കാട്ട് പിതാവിന്റെ നേതൃത്വത്തിൽ ചർച്ച ചെയ്യും. കേരളത്തിലെ സഭയുടെ മൊത്തം കാര്യമാണെങ്കിൽ അഭിമന്യ അലഞ്ചേരി പിതാവ് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എന്ന നേതൃത്വത്തിൽ ചർച്ച ചെയ്യും. ഇതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളാണ്. എങ്കിലും ജനപ്രതിനിധികൾ എന്ന നിലയിൽ നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം എന്ന നിലയിൽ ഇക്കാര്യത്തിൽ അഭിമന്യ പിതാവുമായി സംസാരിക്കണമെങ്കിൽ തയ്യാറാണ് എന്ന് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നിങ്ങൾ കാണാൻ വന്നപ്പോൾ ഞാൻ സംസാരിച്ചത് സത്യമാണ്. അങ്ങനെ പറയാനുള്ള മനസ്സിലാക്കുന്ന കാരണം ഇവിടെ പറയാൻ കേട്ടാൽ തോന്നുന്നു ഈ ഇരിക്കുന്നവരെല്ലാം നമ്മളായിട്ടൊരു ബന്ധവുമില്ല, ഇതിരിക്കുന്നവർ പലരും ഏതാണ്ട് നമ്മുടെ അടുക്കളാണെന്ന് വേണ്ടി തോന്നുന്നു. അങ്ങനെയൊന്നും അല്ല. ഈ ഇരിക്കുന്ന ഭൂരിപക്ഷം പേരും എന്റെ അടുത്ത സുഹൃത്തുക്കളും എന്റെ അടുത്ത കുടുംബാംഗങ്ങളുമാണ്. എനിക്ക് അടുത്ത വ്യക്തിപരമായ ബന്ധമുള്ളവരാണ്. ഞാനിവിടെ ഈ രീതിയിലുള്ള സംസാരം ഉണ്ടായപ്പോൾ എന്നെ ഈ യോഗത്തിൽ നിന്ന് തന്നെ നിരവധിയായ ഫോണിൽ ഉപയോഗിച്ചു. എന്താണ് ഞാൻ ഒരു വസ്തു വന്നപ്പോൾ അവർ ഫോണിൽ കൂടെ തന്നെ പറഞ്ഞു ഇതാണ് സംസ്കൃതി, ഞങ്ങൾ അറിയില്ല, അങ്ങനെ ഉണ്ടാകില്ല, നിലവിൽ അങ്ങനെ ഉണ്ടാക്കിയില്ല എന്ന ഉത്തമ ബോധ്യമുള്ള ആളുകൾ ഈ യോഗത്തിൽ തന്നെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനതിന്റെ കാര്യങ്ങളാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് കോഴാഴ്ച ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ വന്ന സമയത്തും ഞാൻ പറഞ്ഞത് നമുക്ക് ആലഞ്ചേരി പിതാവുമായി മൂലക്കാട്ട് പിതാവുമായി ഒക്കെ സംസാരിച്ചുകൊണ്ടല്ലാതെ നമുക്ക് ഇക്കാര്യങ്ങളിൽ ഒരു തൃപ്തികരമായ പരിഹാരത്തിലേക്കോ അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്കോ നമുക്ക് വരാൻ കഴിയില്ല. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കണം എന്ന് കൂടി ഞാൻ പറഞ്ഞു. ആ നിലയിൽ കൂടി ശ്രമിക്കണം. അത് ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ സഭയുമായ ഒരു ഏറ്റുമുട്ടലല്ല. കാരണം നമുക്ക് ഇക്കാര്യങ്ങൾ എന്റെ നിലപാടാണ്. സഭയുമായ ഒരു ഏറ്റുമുട്ടലൊന്നുമല്ല. സഭയുമായും സമുദായവുമായും അനുരഞ്ജനത്തിന്റെ മാർഗങ്ങളിലൂടെ എന്താണ് സാധ്യമായ ഒരു പരിഹാരം നമുക്ക് എല്ലാവർക്കും മുന്നോട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അത് ക്രൈസ്തവമായി ജീവിക്കണം, അല്ലെങ്കിൽ സാമുദായികമായി മുന്നോട്ട് പോകണം. അതിന് എന്താണ് അതിനുള്ള വഴികൾ? ഇതേക്കുറിച്ച് സഭാതലത്തിൽ ചർച്ച ചെയ്യുന്നത് ആവശ്യമാണ്. ഇല്ലെന്ന് പറയുന്നത് വല്ല കാര്യമാണോ? ഇല്ലെന്ന് പറയുന്നതാണ് തട്ടിപ്പ്. ഇല്ലെന്ന് പറയുന്നതാണ് തട്ടിപ്പ്. സഭാതലത്തിൽ ചർച്ച ചെയ്യേണ്ട, ഗ്രാനായ സഭയുടെ ചർച്ച ചെയ്യേണ്ട, ഗ്രാനായക്കാരൻ പോകട്ടെ, ഗ്രാനായക്കാരൻ വോട്ട് വേണ്ട എന്ന് പറഞ്ഞ നിലപാടെടുത്തുകൊണ്ട് ചർച്ച ചെയ്തിട്ട് വല്ല കാര്യമുള്ളൂ? ഗ്രാനായ സമുദായത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ ഒരു കാര്യം കൂടെ പറയേണ്ട സുഹൃത്തുക്കളെ. ഇന്നത്തെ പ്രസംഗം കേട്ടപ്പോൾ നിങ്ങളെല്ലാം ഗ്രാനായക്കാരല്ലെന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പോയി. അങ്ങനെയാണ് നിങ്ങളെല്ലാം ഗ്രാനായക്കാരാണെന്ന് പറയുന്നതാണ് മനുഷ്യത്വമല്ലേ? നിങ്ങളെല്ലാം ഗ്രാനായക്കാരാണെന്ന് പറയാൻ കഴിയുന്നത് തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ്? അപ്പൊ ഗ്രാനായക്കാരല്ലാത്ത സഹോദരങ്ങൾ ഇതിലുണ്ട്. ഗ്രാനായക്കാരല്ലാത്ത സഹോദരങ്ങൾ ഗ്രാനായക്കാരല്ലാത്ത സഹോദരങ്ങളാണ്. നമുക്ക് അവരെ വേണ്ട, അങ്ങനെ പറയാൻ പറ്റുമോ? ഇതൊക്കെയാണ് വിഭാഗിക. ഈ സമൂഹത്തിൽ ഗ്രാനായക്കാരുണ്ട്, പാലാരൂപതക്കാരുണ്ട്, ഹൈന്ദവ സഹോദരങ്ങളുണ്ട്, എല്ലാ മതത്തിൽപ്പെട്ടവരുടെ MLA എന്ന നിലയിൽ എന്റെ നിലപാട് തീർച്ചയായിട്ടും ഇവിടെ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരന്തരീക്ഷം മുഴുവനായാലും അടുത്ത അസംബ്ലി മണ്ഡലത്തിലായാലും ഉണ്ടാവുക എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു MLA എന്ന നിലയിൽ ഞാൻ തുറന്ന മനസ്സോടെ പറയട്ടെ, നമ്മുടേതായ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട വേദികൾ എവിടെ വേണമെങ്കിലും ചർച്ച ചെയ്യാൻ, എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാൻ അടുത്ത അസംബ്ലി മണ്ഡലത്തിന്റെ MLA എന്ന നിലയിൽ പൂർണ്ണമായ മനസ്സോടെ തയ്യാറാണ് എന്ന് ഈ യോഗത്തിൽ പറയുന്നത് എന്റെ ആത്മാർത്ഥതയുടെ ഭാഗമായിട്ടാണ്. ഈ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യാൻ കേടാറും അവർ ജനങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ഞാൻ ആത്മാർത്ഥതയോട് നീതിപൂർവ്വത്തിലേക്ക് ചോദ്യം ചെയ്യാം. അതല്ലാതെ എന്റെ ആത്മാർത്ഥത പറയാൻ പറ്റുന്ന പഞ്ചായത്ത് എങ്ങനെയാണ് എന്നെ ചോദ്യം ചെയ്തത്? PCT അന്തസ്ഥാനത്തോടെ സംസാരിച്ചു. ഞാൻ മനസ്സിലാക്കി വളരെ അന്തസ്ഥാനമായിട്ട് മാന്യമായിട്ട് PCT സംസാരിച്ചു. തുടർന്ന് സംസാരിച്ച വരുന്ന പഞ്ചായത്ത് മെമ്പർ വളരെ മോശമായി സംസാരിച്ചു. അത് തെറ്റായി പോയി, നിർഭാഗ്യകരമായി പോയി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഡോക്ടർ സിന്ധുമോൾ ജേക്കബിൽ നിന്ന് ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല. ഒരു മാന്യയായ നിലപാടുകളിൽ അന്തസ്സുറ്റ നിലപാടുകൾ രാഷ്ട്രീയത്തിനറിയുന്ന മറ്റു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നിങ്ങളെ ഒന്ന് എത്തിയിടാൻ വേണ്ടി, നിങ്ങളെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇറക്കി വിടാൻ വേണ്ടി മോൻസിയോസിനെതിരെ നിങ്ങൾ രണ്ട് കുറ്റം പറയുകയും പറഞ്ഞോട്ടേക്ക് വെച്ചുകൊണ്ട് ആരെങ്കിലും പ്രസംഗിക്കാൻ ശ്രമിക്കുന്നത് ശരിയാണ്? എനിക്കിവിടെ സിന്ധുമോളിനെതിരെ എന്തൊക്കെ എവിടെയൊക്കെ പ്രസംഗിക്കാൻ പറ്റും? ഞാൻ പ്രസംഗിക്കുന്നത് എനിക്കെതിരെ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റും. നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പ്രസംഗിക്കുന്നതിന് വല്ല പ്രകാശോടൊക്കെ പഞ്ചായത്ത് ദിവസം ഉണ്ടായിരിക്കുന്നത് ഏത് സമുദായത്തിൽ പെട്ടാളാണ്? അങ്ങനെ ഹിന്ദുവാണ് എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിലപാട് നമുക്ക് എടുക്കാൻ പറ്റും. എന്നെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. ഞാൻ
കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിലേക്ക് ഒഴിവുൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വന്നു. ഇപ്പോൾ അതെല്ലാം ചേർന്ന് ഒന്നിച്ച് മുന്നോട്ട് പോകുന്നു. ഈ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഈ മണ്ഡലത്തിലെ എല്ലാ മനുഷ്യരുടെയും നന്മ ആഗ്രഹിക്കുന്ന ഒരു ജനപ്രതിയായി പ്രവർത്തിക്കുക എന്നതിന്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ വിഷയങ്ങളിലും തുറന്ന മനസ്സോടെ ചർച്ച ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടി MLA എന്ന നിലയിൽ എനിക്ക് ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ചെയ്തു തരുവാനും സഹകരിക്കുവാനും മനസ്സ് കാണിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാൻ. ഇതിൽ കൂടുതൽ എന്താ പറയാൻ പറ്റുന്നത്? ഇതിൽ കൂടുതൽ എന്ത് പറയാൻ പറ്റും? ഞാൻ അനിയത്തിനെ സ്വന്തം സഹോദരനും ധൈര്യത്തിന് കഴിയില്ല. ഇപ്പം ഇവിടെ ഇരിക്കുന്നവർ തന്നെ തോമസ് കുറയില്ല. അവിടെ പോലെ കഥോളിക്ക് പറയട്ടെ, അടുത്ത ദിവസം അവർ വൈക്കപ്പെടാനാണ് അങ്ങനെ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത് അങ്ങനെയല്ല. അപ്പൊ ആ നിലയിൽ എന്റെ സഹോദരന്മാർക്ക് എന്ന നിലയിൽ ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിഷുകൾ എല്ലാവരും അടുത്തറിയാവുന്ന ഒത്തിരി ആളുകളുണ്ട്. ആ സ്നേഹം തീർച്ചയായിട്ടും എനിക്കുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ പറഞ്ഞതുപോലെ എല്ലാ അർത്ഥത്തിലും സാധ്യമായ കാര്യങ്ങൾ സഹകരിക്കുന്നതിന് പൂർണ്ണമായ മനസ്സ് കാണിക്കും എന്ന് സൂചിപ്പിക്കുന്നു. പിന്നെ ജ്ഞാനായ സമുദായത്തിന്റെ വോട്ട് മോൻസി ജോസഫിന് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വരാതിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജ്ഞാനായ സമുദായത്തിന്റെ വോട്ടടിയിൽ കിട്ടണമെന്നുള്ളതിന്റെ ഉറച്ച നിലപാടാണ്. അതിനകത്ത് ഒരു സംശയമില്ല. എനിക്ക് ജ്ഞാനായ സമുദായത്തിന്റെ വോട്ട് വേണ്ട എന്ന് പറയാൻ കഴിയുന്ന ജനപ്രതിയല്ല ഞാൻ. എനിക്ക് അവരുടെ വോട്ടില്ലാതെ കടുത്ത നിയോജകമണ്ഡലത്തിലെ പഞ്ചായത്ത് വാർഡിൽ പോലും ഈ പ്രദേശങ്ങൾ ജയിക്കില്ല എന്ന് 100% ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ പറയട്ടെ, ജ്ഞാനായ സമുദായത്തിന്റെ വോട്ട് 100% വേണമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ വോട്ടിന്റെ പേരിലാണ് ഈ യോഗം വോട്ടിന്റെ പേരിലല്ലോ. അപ്പൊ ഇവിടെ വോട്ടിന്റെ കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ ചിന്തിക്കുക, അതൊക്കെ ഇതുപോലുള്ള വേദികളിൽ വന്ന് പറയുന്നത് ശരിയാണോ എന്ന് സ്വയം ആത്മപരിശോധന നടത്തുക. അങ്ങനെയാണ് ഞാനിപ്പോ വരുന്നത്. ഒരു ഇന്നലെ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കടുത്തുരുത്തിക്കാരൻ എത്ര പേരിട്ടുണ്ട്. മഹാസമ്മേളനമായിരുന്നു. അപ്പൊ അവരെല്ലാവരും പറയുകയാണ് ഞങ്ങളെല്ലാം ക്രിസ്ത്യാനി ആയതുകൊണ്ട് MLA എന്നത് വേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം നല്ല വാർത്തകളെ ആ യോഗത്തിൽ MLA എന്ന നിലയിൽ ഞാനുമായി ബന്ധപ്പെട്ട് പറയാനിടയായത് എല്ലാവർക്കും സൗഹൃദത്തോടുകൂടി നല്ല നിലയിൽ പോകുന്നത്. അതേ പറഞ്ഞു സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുന്ന MLA ആണ് എന്നത് കടുത്തുരുത്തിയിൽ വെള്ളാപ്പള്ളി നടേശനെ പോലെ എല്ലാ കാര്യങ്ങളിലും ശക്തമായ നിലപാടെടുക്കുന്ന കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം അദ്ദേഹം പറയണമെങ്കിൽ അതുപോലെ അന്തസ്സായി പ്രവർത്തിക്കാൻ അറിയൂ എന്നുള്ളതിനെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ടവരായി നിങ്ങൾ ചിന്തിക്കണം എന്ന് ഞാൻ ഇതിനെ അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഇങ്ങനെ ഒരു യോഗത്തിലും ഇതുപോലെ പ്രസംഗിക്കാൻ ശ്രമിക്കാറില്ല, പറയുന്ന കാര്യം വരാതെ. പക്ഷേ നിങ്ങളുടെ ഈ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കി വെച്ച ചില പഠിച്ചുകൾ ആശയക്കുഴപ്പങ്ങൾ അത് തിരുത്തപ്പെടണം എന്നതുകൊണ്ടും സത്യം നിങ്ങൾ അറിയണം എന്നതുകൊണ്ടും എന്റെ നിലപാട് നിങ്ങൾ അറിയണം എന്നതുകൊണ്ടുമാണ് ഞാൻ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ഞാൻ എന്റെ വാക്ക് ചുരുക്കും. ഇവിടെ തുടർന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടേതായ ചർച്ചകളൊക്കെ നടക്കട്ടെ. സമാപന യോഗത്തിന്റെ സമയമാണ്. അതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം നിശ്ചയിച്ചുപോലെ നടക്കട്ടെ. മുന്നോട്ടുള്ള കാര്യങ്ങൾ നോട്ടീസിൽ പേര് വെച്ച് അടിച്ചുകൂടി വന്നാലേ ഇനി കാര്യങ്ങൾ പരിഗണിക്കുന്നുണ്ടെങ്കിൽ അടുത്ത പരിപാടിക്ക് എന്റെ പേര് നോട്ടീസിൽ വെച്ചടിക്കും. മാർപ്പാപ്പയുടെ മുമ്പേ സംസാരിക്കാൻ എനിക്ക് ശേഷിയില്ലെങ്കിലും ഞാൻ എന്റെ പിതാവിനോടും അവിടെ കൈകൊത്തിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം മന്ത്രിയായിട്ടിരിക്കുന്ന ദേവസ്കാരത്തിൽ അവസരം കിട്ടി. അപ്പോൾ അല്പോത്സമയം വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അപ്പം പോയി നമ്മൾ കണ്ടു. അന്നേരം അവിടെ പോയി കാണാനൊക്കെ ബാക്കിയില്ല. അതൊക്കെ അല്ലാതെ എനിക്ക് പോയി ഭംഗിയോടെ ചർച്ച ചെയ്യാനുള്ള ശേഷിയൊന്നും സഭാപിതാക്കന്മാരോ മറ്റു തലങ്ങളിലോ ഒക്കെ നമുക്ക് ചർച്ച ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ വിളിക്കുന്നതിൽ എന്റെ സഹോദരങ്ങൾ എന്ന നിലയിൽ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ഇത് മാത്രം പ്രസ്ഥാനങ്ങളിലേക്കൊക്കെ പോകുന്നു. ഇത് മാത്രം സംഘടനകൾ കുടുംബ സംഗമം എന്ന നിലയിൽ നിങ്ങൾ ഏതെങ്കിലും പ്രോഗ്രാമുകൾ നാളെ വെച്ചാൽ തീർച്ചയായിട്ടും അതിൽ വരുന്നതിനും പങ്കെടുക്കുന്നതിനും ഒന്നും ഒരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ വെച്ചാൽ നമുക്ക് ആ തരത്തിൽ വരേണ്ടി വന്നാൽ വരുന്നതിന് ഒരു കുഴപ്പമില്ല, വെച്ചാൽ മതി. പിന്നെ പൂഞ്ഞാർ പ്രിയപ്പെട്ട CPC ജോർജ് അദ്ദേഹം ഇവിടെ വന്നു. എനിക്ക് സന്തോഷം മാത്രമേ. ഞാനിവിടെ അതെല്ലാം ആദരവോടുകൂടി കാണുന്നതിന്റെ പ്രത്യേകത ഞാൻ അങ്ങനെ കാണാൻ ആഗ്രഹിക്കും. രാഷ്ട്രീയമായിട്ട് LDP എന്ന് മത സഹോദരങ്ങൾ നാട്ടിലുള്ള BJP അവരെയൊക്കെ എന്തുകൊണ്ട് നമ്മൾ സ്നേഹത്തോടെ കാണുന്ന ജനപ്രതിനിധിയെ കണക്കുന്ന നിലയിലാണ്. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ ഇതിനെക്കൂടെ പറയട്ടെ, സൗഹൃദപരമായ ഒരു അന്തരീക്ഷത്തിൽ നിങ്ങളുടേതായ ആവശ്യങ്ങളും നിങ്ങളുടേതായ പ്രശ്നങ്ങൾ സംബന്ധിച്ച് എന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് എനിക്ക് സഹായിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, എന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് സഹായിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ സത്യസന്ധമായി എന്നും ഞാൻ എടുക്കാനുള്ള നിലപാട് നിങ്ങളുടെ കാര്യത്തിലും സ്വീകരിക്കും എന്നുള്ളതാണ് എനിക്ക് ഇവിടെ അറിയിക്കാനുള്ളത്. ഞാൻ ഈ യോഗത്തെ അഭിസംബോധന ചെയ്യുവാൻ ഇവിടെ കടന്നു വന്നപ്പോൾ എനിക്ക് ഏതൊക്കെ വാക്ക് പറയുവാൻ സന്ദർഭം നൽകിയ പ്രിയപ്പെട്ട ഭാരവാഹികളോട് ഞാൻ നന്ദി പറയുന്നു. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ നല്ല മക്കളായി അവരെ വളർത്തിക്കൊണ്ടുവരാനും അവരെ സമൂഹത്തിൽ വിലപ്പെട്ടവരായി തീരുവാനും അവരുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുവാനും ഇതുപോലുള്ള കുടുംബ സംഗമങ്ങൾ ആവശ്യമാണ്. കാരണം പുതിയ തലമുറയിൽ ഇന്നത്തെ കാലഘട്ടത്തിനനുസൃതമായി അവരെ നന്മയുടെ മാർഗത്തിലൂടെ വളർത്തിക്കൊണ്ടുവരുന്നതിന് ഇതുപോലെ ഒത്തുചേരുന്ന സന്ദർഭങ്ങളിൽ അവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കുവാനും നല്ല വഴികൾ
കഴിയുന്ന വിധത്തിൽ കുടുംബ നവീകരണ പ്രവർത്തനങ്ങളും പുതിയ തലമുറയുടെ നവീകരണവും നടത്തുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ഈ സംഗമത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് ഏതാനും വാക്കുകൾ പറയുവാൻ അനുവദിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് ചുരുക്കുന്നു. നമസ്കാരം. എങ്കിൽപ്പോലും നമ്മുടെ എം.എൽ.എ നല്ല ഫസ്റ്റായിട്ട് സംസാരിച്ചു, നന്നായിട്ട് തന്നെ സംസാരിച്ചു, കുഴപ്പമൊന്നുമില്ല. വിലയ്ക്കും ഉള്ളിനും കേട്ടില്ലാതെയൊക്കെ സംസാരിച്ച് കുഴപ്പമൊന്നുമില്ല. എങ്കിൽപ്പോലും പുള്ളി കാര്യം മനസ്സിലാക്കണം, നമ്മുടെ വോട്ടുകൾക്കൊന്നും വിലയില്ലാത്ത രീതിയിലാണ് പുള്ളി സംസാരിച്ചത്. കാരണം നോട്ടീസിൽ പേര് വെക്കണ്ട, ഞാൻ വന്നുകൊള്ളാം, അതെന്ത് അർത്ഥമാണ്? നമ്മൾ എത്രയോ അങ്ങനെ പുറക്കാരെ ഒത്തിരി പേര് വിളിക്കുന്നുണ്ടെങ്കിൽ വന്നു വോട്ട് പൊക്കോ, കഴിച്ചിട്ട് പൊക്കോ, അതൊന്നുമല്ല നമ്മുടെ ആശയം. നമ്മുടെ വോട്ടുകൾക്കൊക്കെ ഒത്തിരി വിലയുണ്ട്. ആ വില മനസ്സിലാക്കണമെങ്കിൽ അടുത്ത ഇലക്ഷനിൽ പുള്ളി നേരിട്ട് വിട്ട് നിന്ന് ജയിക്കണം. അതാണ് ഞാൻ പറയുന്നത്. കാരണം ഒരുപാട് ഇലക്ഷനിൽ ഞാൻ ഇതുപോലെ ഒരുപാട് കഷ്ടപ്പെട്ട ഒരാളാണ്. അന്നും എന്റെ ചേട്ടായി എന്ന് വിളിച്ച് ഞാൻ മനോഹരമായി പുള്ളിയെ എല്ലാ സ്ഥലത്തും കൊണ്ടുനടക്കുകയും വോട്ടുകൾ യാചിച്ചു മേടിക്കുകയും ചെയ്തിട്ട് ഞാൻ ഈ കാര്യത്തിന് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, എന്റെ പേര് നോട്ടീസിൽ വെക്കണ്ട. അതെന്ത് അർത്ഥമാണ്? നമ്മുടെ വോട്ടുകൾക്കൊന്നും വിലയില്ലേ? നമ്മുടെ വോട്ടുകൾ നിസ്സാരമാണോ വരുന്നത്? ഇവിടെ വന്നിരിക്കുന്ന ഈ സ്റ്റേറ്റിൽ ഇവിടെയൊന്നും ആരും വരുന്നില്ല. അത് ഇവിടെ വന്ന നാണക്കേടാണ്. ഇതൊക്കെയാണ് ഇവർ ചിന്തിച്ചിരുന്നത്. പക്ഷെ എനിക്കിത് രാഷ്ട്രീയമായ ഒരു കാര്യമൊന്നും പറയാനില്ല. എങ്കിൽ പോലും എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. വേദിയിലിരിക്കുന്ന നമ്മുടെ വിശിഷ്ടാതിഥികൾ അധ്യക്ഷ ശ്രീ ഒ.ടി. ജോസഫ്, നമ്മുടെ പേരിലും SCNL പേരിലും ഞാൻ സ്വാഗതം അർപ്പിക്കുന്നു. അഡ്വക്കേറ്റ് ബിജു പൊന്നന്താന, കോട്ടയം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, നിങ്ങളുടെ പേരിൽ എൻ്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ J.J. ജോസഫ്, ചെയർമാൻ KCR, അദ്ദേഹത്തെ നിങ്ങളുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാമായ പ്രകാശ് പടക്കൻ, നമ്മുടെ പ്രസിഡന്റ്, അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ജാതി ഒന്നുമില്ല, ഞാൻ നിങ്ങൾ വിളിച്ചാൽ വരും. ഞാനൊരു നല്ല ജനകീയനാണ്. ഒരു കാരണവശാലും ഞാൻ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ജാതി ചിഹ്നത്തെ പറ്റി പറയാനോ എടുക്കാനോ ഒന്നുമല്ല ഞാൻ വരുന്നത്. നിങ്ങൾക്കൊരു ആശംസ പറയും, അത് ഞാൻ വന്നുകൊള്ളാം എന്ന് രാത്രി 11 മണിക്ക് പുള്ളിയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കൃത്യമായി നമ്മോട് പറയുകയും ആത്മാർത്ഥമായി അദ്ദേഹം ഇവിടെ വരികയും ചെയ്തു. അദ്ദേഹത്തിന് ഒത്തിരി നന്ദിയുണ്ട്. അദ്ദേഹത്തെ നിങ്ങളുടെ പേരിൽ നമ്മുടെ എല്ലാവരുടെ പേരിൽ ഞാൻ നന്ദി പറയുന്നു, സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി സിന്ധു മോൾ ജേക്കബ്, നിങ്ങൾക്കറിയാവുന്ന നമ്മുടെ മെമ്പറാണ്. അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. പക്ഷെ പറയുമ്പോൾ അവർ പറഞ്ഞത് വിമർശനമാണ് എന്നൊക്കെ പറയും. പക്ഷെ നമ്മളെ ഒത്തിരി കാര്യങ്ങൾ ഇതിനൊക്കെ സഹായിച്ചിട്ടുള്ള ആളാണ്. എങ്കിൽ പോലും അവരെ ഞാൻ ഈ രീതിയിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലേക്കും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സെക്രട്ടറി ജോണി കുറുകുള, അദ്ദേഹത്തെ നമ്മുടെ ഓരോരുത്തരുടെ പേരിൽ ഈ വേദി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സ്റ്റീഫൻ ജോസഫ് ചെറുകുന്ന, അദ്ദേഹത്തെ നമ്മുടെ ഓരോരുത്തരുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ നിർത്തുന്നു. നവീകരണ സമിതിയുടെ പ്രവർത്തനവുമായി തുടങ്ങിയിട്ട് ഇന്ന് ഈ അവസരത്തിൽ ഏതാണ്ട് 20 വർഷത്തോളം. ഇതിനോടൊക്കെ 2011 കോട്ടയത്ത് ഒരു സംസ്ഥാന സമ്മേളനം നടത്തി. അന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം, രണ്ടാമത്തെ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് ഇന്ന്. ഉഴവൂർ പുറാനിലെ 10ഓളം പള്ളികളിൽ നിന്ന് 1500 പേർ പങ്കെടുക്കുമെന്ന് ഉറപ്പ് പറഞ്ഞ ദിവസമാണ് കുടുംബമേള.
വികാരമാണ്. എന്റെ മനസ്സിൽ ഞാൻ KCBS പ്രവർത്തിക്കുന്ന ആ ദിവസം മുതൽ എന്റെ മനസ്സിലുണ്ടായ ഒരു ആഗ്രഹമാണ് ഒരു കുടുംബ സംഗമം നടത്തുന്നത്. നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ ഭാര്യ, നമ്മുടെ കുട്ടികൾ, ഒറിജിനലായിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ ഉള്ള ഒരു യോഗം നടക്കണമെന്ന് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇവിടെ അങ്ങനെ ഒരു വന്നിട്ടുണ്ട്. അതാണ് എനിക്ക് സന്തോഷത്തിൽ ഞാൻ പറഞ്ഞത്. കോട്ടയം ജില്ലയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരും അവരുടെ ഭാര്യമാരും അവരുടെ മക്കളും മാത്രമല്ല, പുറത്താക്കപ്പെട്ട സഹോദരന്റെയും മാതാപിതാക്കളെ ഇന്ന് ആചരിച്ച്. അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത്. സന്തോഷത്തിന്റെ കാര്യം പറഞ്ഞതാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് ഒന്നിച്ചു കൂടേണ്ടതുണ്ട്. നമ്മൾ ഒന്നിച്ചു കൂടി നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണമെന്ന് പറയാൻ സാധ്യമല്ല. കാരണം ഇവിടെ എനിക്ക് സംസാരിച്ചവരോട് സഹോദരൻ സംസാരിച്ചു, പുറത്താക്കിയെങ്കിൽ നമുക്കത് പുല്ല് പോലെ കണക്കാക്കണം എന്ന്. പുല്ല് പോലെയാണ് കണക്കാക്കിയിരിക്കുന്നത്. അല്ലാതെ അതുകൊണ്ട് നമുക്ക് ദോഷവും ഉണ്ടായിട്ടില്ല, ഗുണമേ പലപ്പോഴും ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ കോട്ടയം ജില്ലയിലെ കുടുംബങ്ങളിൽ, ഗ്രാമീണ കുടുംബങ്ങളിൽ ഇതിന്റെ പേരിൽ അസമാധാനവും സ്പർദ്ധയും കൊലപാതകങ്ങൾക്ക് വരെ ഇടവരുന്നത്. അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളുടെ കുടുംബത്തിലെ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് പറയണമെന്ന്. അതിനു വേണ്ടിയില്ല, അല്ലാതെ കോട്ടയം ജില്ലയിൽ പാലാരിപ്പള്ളിയിൽ അങ്ങനെയല്ല ഞങ്ങളിവിടെ കൂടുന്നത്. കോട്ടയം ജില്ലയിലെ കുടുംബങ്ങളിലെ പ്രശ്നത്തിന് പരിഹാരം വേണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണ് സത്യത്തിൽ ഈ പുറത്താക്കൽ നിയമം? ഒരു നടപടിക്രമത്തിലൂടെയാണ് നമ്മളെ പുറത്താക്കുന്നത്. പുറത്താക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട അഭിവൃദ്ധിയമാർ മൂലക്കാട് പിതാവ് പറയും ഞങ്ങൾ ആരെയും പുറത്താക്കുന്നത്. അപ്പൊ പിന്നെ നമ്മളെങ്ങനെയാ പരാജയത്തിലായത്? അല്ലെങ്കിൽ നമ്മളെങ്ങനെയാ എറണാകുളം ജോലിയിലായത്? അതായത് ഒരു വഞ്ചനയിലൂടെ ഒരിക്കലും പറഞ്ഞു സംസാരിക്കേണ്ട കാര്യമാണ്. ഞാൻ പറയുന്നു, മാത്യു മൂലക്കാരും പണ്ടാരശ്ശേരിയും പറഞ്ഞു സംസാരിക്കണം. എന്താണെന്നറിയാമോ? അവർ വഞ്ചിക്കുക ചെയ്യുന്നത്, വഞ്ചിക്കുന്നു നമ്മളെ. നിങ്ങളൊരു കാര്യം ചെയ്തു, അവിടെ കെട്ടിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ചെയ്തു, ഏതാ കടയിലാണ് ചെയ്യുന്നത്, ഏത് രൂപതയില്ല, അതിലൂടെ എഴുത്തതേ ഒരു റിക്വസ്റ്റ്. ഈ ജ്ഞാന പള്ളികളിൽ നിങ്ങളുടെ വിവാഹം നടത്താൻ പാടില്ലാത്തത് കൊണ്ട് ഞങ്ങള് പല രൂപയിൽ ചേരാൻ ആഗ്രഹിക്കുന്നു. ഒരു അനുവാദം തന്നെ ഇത് നോക്കി നമ്മൾ ഇഷ്ടമുണ്ടെങ്കിൽ എഴുതി കൊടുക്കുകയാണ്. അല്ല, കല്യാണം കഴിച്ചേ പറ്റുള്ളൂ. കുടുംബക്കാർ ആലോചിച്ച സ്നേഹിച്ചൊന്നുമല്ല, പുറകെ ഓടിപ്പോയില്ല. ജ്ഞാനായ മാതാപിതാക്കൾ ആലോചിച്ചു വന്ന കല്യാണമാണ് നടത്തുന്നത്. കല്യാണം നടത്തി ഇരുന്നുമെല്ലാം കഴിഞ്ഞ് ഉറപ്പിയൊക്കെ കഴിഞ്ഞ് ചെല്ലപ്പെടാം. ഇങ്ങനെ പറയുന്നത് നടത്തിയേ പറ്റൂ. ഉടനെ പറയണമെന്നിരിക്കുന്നു, അതായത് വഞ്ചിച്ചു. അതാണ് ഞാൻ പറയുന്നത്. ജ്ഞാനക്കാരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് ഞങ്ങൾ. എന്താണെന്നറിയാമോ? നമ്മൾ ഏതൊരാളും ജനിച്ചു വളർന്ന സമുദായത്തിൽ നിന്ന് പുറത്തു പോകുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനൊരു സംശയമില്ല. ജനിച്ചു വളർന്ന ഇവിടെ എന്താ ദളിത ക്രൈസ്തവരൊക്കെ ഇപ്പോൾ പിന്നെ ഈ പുറകോട്ട് പോകുന്നത് എന്നെ വാപ്പസ് ഇന്ത്യയിലെ ഒരു പരിപാടി ഉണ്ടോ? അവരെപ്പോഴും ആ ഒരു ഹിന്ദുത്വത്തിലാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും അവർ പോകാൻ തയ്യാറാണ്. ഇതുപോലെ ജന്മം കൊണ്ട് ആ ജ്ഞാനായ സമുദായത്തിൽ വളർന്ന ആ ഒരു പാരമ്പര്യവും അനുഭവവും എന്നും അനുഭവിക്കുവാൻ, കഴിക്കുന്നവരെ അനുഭവിക്കുവാൻ അവർക്ക് അവകാശമുണ്ട്. അവരതിന് ആഗ്രഹിച്ചുകൊണ്ട് തെറ്റു പറയാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ജ്ഞാനായ സഭ അല്ലെങ്കിൽ കോട്ടയം രൂപത വളർന്ന് വലുതാകാൻ, അതിന്റെ പാരമ്പര്യം നിലനിർത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ സാധകർ. അതുകൊണ്ടാണ്. പക്ഷെ മാറ്റം വരണം, അവിടെ നവീകരണം വരണം. അതിനു വേണ്ടിയിട്ടാണ് KCBS പ്രവർത്തിക്കുന്നത്. ഞാൻ പറയട്ടെ, യഥാർത്ഥത്തിൽ കോട്ടയം രൂപത ദൈവകൽപ്പന ലംഘിക്കുന്നു. ഒന്നാം പ്രമാണം എന്താ പറയുന്നത്? ഒന്നാം പ്രമാണം പറയുന്നത് എന്താണ്?
കോട്ടയം ജില്ലയിലേക്ക് എത്തും. അപ്പൊ നമ്മുടെ ഉഴവൂരിന്റെ മുപ്പറപ്പള്ളി ജോലി പറയുക ഒരു പ്രസംഗം ഞാൻ കേട്ടു. അദ്ദേഹത്തിന്റെ പ്രസംഗം അതെ കലർപ്പുണ്ടോ, കലർപ്പ് ഇതെങ്ങനെ ഉണ്ടായാണ് കലർപ്പ്? എന്തോ ആ ഗ്രാനായക്കാരുടെ നിർവചനം എന്തുമാണ്? ഗ്രാനായക്കാരുടെ നിർവചനം എന്തുമാണ്? ഗ്രായി തോന്നുന്ന നേതൃത്വത്തിൽ കേരളത്തിൽ വന്ന ഒരു വിഭാഗം ജനങ്ങൾ, 19 ജനങ്ങളുടെ പിൻഗാമി അല്ലെങ്കിൽ പിന്തുടർച്ച അവകാശമുള്ളവരാണ് ഗ്രാനായക്കാർ. അപ്പൊ നമ്മൾ ആരെയാ പിന്തുടരുന്നത്? ഗ്രാഹിത്വം. ഗ്രാഹിത്വം എന്താ ചെയ്തേ? ഗ്രാഹിത്വം നല്ല വിഭവാനികളുടെ കാലഘട്ട ഇന്ത്യൻ സ്ത്രീകളെ വിഭാഗം ചെയ്തു. അത് പിള്ളേരുണ്ട്. ഒരു ചരിത്രം പറയുന്നത് ഞാനല്ല, കൊല്ലത്തിൽ അച്ഛൻ പറയുക, രാജ്യത്തൊക്കെ വെളുത്തെഴുതിയാക്കിട്ട് ഇന്ത്യയെ വെളുത്തെഴുതിയായി കിട്ടി. അതിൽ പിള്ളേരുണ്ട്. അതിന്റെ പരമ്പരയാണ് പോലെ തെക്കുഭാഗം എന്നാ അവർ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ കൊല്ലപ്പറമ്പിലെ അപ്പോൾ നമ്മൾ പിന്തുടരേണ്ടത് ആരെയാണ്? രാജ്യത്തൊക്കെ പിന്തുടരണ്ടേ? അവരെല്ലാം ഇവിടെ ഇന്ത്യയിൽ വന്ന് മിഷണറി പ്രവർത്തനം നടന്നത് ഇങ്ങനെയാണ്. ഇന്ത്യൻ സ്ത്രീകളെ വിവാഹം ചെയ്തു, ഇന്ത്യൻ പുരുഷന്മാരെ വിവാഹം ചെയ്തു, അവരുടെ അന്തസ്സൊക്കെ വർദ്ധിപ്പിച്ചു. അങ്ങനെയാണ് ഇവിടെ നമ്മുടെ അതിന്റെ പാരമ്പര്യം ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് കലർപ്പൊക്കെ എന്നേ നിർമ്മിക്കും. നമ്മളിവിടെ നേരത്തെ ആഗ്രഹം സൂചിപ്പിച്ചു. നമ്മള് ഇന്ന് പത്രത്തെ കണ്ടില്ലേ, പേർഷ്യയിലെ ക്രിസ്ത്യാനികളെ അന്ത്യോക്യ പാത്രികീസത്തെ കണ്ടോ? അർമേനിയൻ പാത്രികീസനെ കണ്ടോ? അവരുടെയൊക്കെ സാഹിത്യത്തിനെ പോലെ ഗ്രാഹിത്വം സാഹിത്യത്തിനെ പോലെ ഇരുന്നത്. ഇന്ന് നമ്മള് കോട്ടയങ്ങളിലൊക്കെ സാഹിത്യത്തിനെ പോലെ കറുത്ത കരിമാറ്റം പറയുന്നില്ലേ? കറുത്ത കരിമാറ്റം പോലെ ഉള്ളതില്ലേ? ഉള്ളവരില്ലേ? പൊക്കമില്ല, കഥയ്ക്ക് പൊക്കമുള്ളവരാ. അപ്പോൾ ഇന്ത്യയിലുള്ളവരെ ഇല്ല നിസ്സവിഭാഗമൊക്കെ ചെയ്ത സങ്കരാത്മക ഇതിനൊന്നും ആരോട് പറയേണ്ട കാര്യമില്ല. അപ്പോൾ കലർപ്പെല്ലാം നേരത്തെ കണ്ടുപോയി. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഗ്രാനായക്കാരൻ ആര് എന്ന ഒരു നിർവചനം കൊടുക്കേണ്ടത് ഇങ്ങനെയാണ് ഞാൻ പറയുന്നത്. അതായത് ഒരു കുടുംബത്തിലെ കുടുംബനാഥൻ ഗ്രാനായക്കാരനാണെങ്കിൽ ആ കുടുംബം ഗ്രാനായക്കാരൻ. അതാണ് യഥാർത്ഥ നിർവചനം. നമ്മുടെ ചരിത്രം പറയുകയാണ്. സ്ത്രീയെ പുരുഷൻ വിവാഹം ചെയ്താൽ പുരുഷനോടൊപ്പം പോകുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ പാരമ്പര്യം, ഇന്ത്യയിലെ പാരമ്പര്യം, ഏത് സമുദായത്തിന്റെയും പാരമ്പര്യമാണ്. അപ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന സ്ത്രീയെ നമ്മൾ സ്വീകരിക്കണം. അങ്ങനെ കോട്ടയം വളർന്ന് വലുതാണ്. അതാണ് ഞാൻ കേസീരസ് ആഗ്രഹിക്കുന്നത്. കേസീരസിന് ആഗ്രഹിക്കുന്നത് കോട്ടയം ഒരു നവീകരണം വരണം. അതാണ്. പക്ഷേ ഇപ്പോൾ മനസ്സിലായി തുടങ്ങി. കേസീരസിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി കോട്ടയം അഭിവൃദ്ധി മൂലക്കാട്ടിൽ എനിക്ക് മനസ്സിലായി സംഗതി ശരിയല്ല, നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്. ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടു. അദ്ദേഹം പറയുന്നു ഒരാൾ ജ്ഞാനക്കാരനായി ജനിച്ചാൽ മരണം വരെ ജ്ഞാനക്കാരൻ തന്നെ. അയ്യോ, അതുകൊണ്ട് നമുക്ക് ഒരാളെ പുറത്താക്കാനുള്ള അനുവാദമില്ല. ആരോ പറയുന്നത് പറയുക ഫേസ്ബുക്കിൽ ജ്ഞാനക്കാരനായി പറയുന്നത്. ശ്രീ മുപ്രപ്പള്ളി ജോയി, ശ്രീ ബാബുപുരം ഇവരോടൊക്കെ പറയുക നമ്മളെ അങ്ങനെ നിർബന്ധിച്ചാൽ ഉള്ളതുപോലും ഇല്ലാതാവുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് സൂക്ഷിച്ചൊക്കെ പെരുമാറാൻ കൊണ്ടാണ്. കത്തോലിക്ക സഭ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻഡോവിന്റെ പള്ളികൾ ഇതിൽ പാടില്ല. അതായത് രക്തശുദ്ധവാദം പാലിക്കുന്ന എൻഡോവിന്റെ പള്ളികൾ ലോകത്തിൽ പാടില്ല എന്ന മാർപ്പാപ്പ 1986 പ്രിസ്ക്രിപ്ഷൻ കൽപ്പനയ്ക്ക് അതിന്റെ അത് വന്നപ്പോഴേ മൂലക്കാട്ട് പിതാവിന് അമേരിക്കൻ ചെല്ലാൻ പറ്റുന്നതായി. അങ്ങാടിക്ക് പിതാവ് ഏകപ്പങ്ങാട്ട് പിതാവ് പറഞ്ഞു, പിന്നെ കൽപ്പനയുണ്ട്, ഇത് പാടില്ല, എല്ലാവരും ഉൾക്കൊള്ളണം. നിങ്ങൾ എന്റെ അച്ഛന്മാരായിട്ടാണ് ഞാൻ സ്വീകരിക്കുകയല്ല. ഞാൻ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും ചേർക്കണം. ഉടനെ മൂലക്കാട്ട് പിതാവും നമ്മുടെ ജോർജ് ആലഞ്ചേരി പിതാവും കാറ്റിലും അങ്ങാടി പിതാവുള്ളവർ എഗ്രിമെന്റ് ഒപ്പിട്ടു ഈ അടുത്ത്. പക്ഷെ ആ എഗ്രിമെന്റ് കേസീരസ് തള്ളിക്കളഞ്ഞു. എന്താ കാര്യം? എന്താ എഗ്രിമെന്റ് അറിയാമോ? ഗ്രഹനായക്കാരനായ പുരുഷൻ അവൻ മരിക്കുന്നവരെ ഗ്രഹനായക്കാരനായിട്ട് പള്ളിയിൽ നിന്നോട്ടെ. പക്ഷെ കെട്ടിക്കൊണ്ടുവരുന്ന ഭാര്യയും മക്കളും വേറെ പള്ളിക്കുന്നു. പുതിയ തീരുമാനം നമുക്ക്
അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അത് വിശുദ്ധ ബൈബിളിൽ തന്നെയാണ്. ഇന്ന് ഇപ്പോൾ റോമിൽ വരുന്ന ഒക്ടോബർ 15-ാം തീയതി ഫാമിലി സിഗരറ്റ് കൂടുകയാണ്. കുടുംബത്തിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക. കുടുംബം തകരുന്ന പണിയായിട്ട് ബൈബിളിൽ വ്യക്തമായി ഞാൻ കേൾക്കുന്നില്ല. എനിക്ക് ഒത്തിരി സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ ഈ കുടുംബ സമ്മേളനം വളരെ വിപുലമായി, വളരെ എന്താ ഞാൻ പറയുന്നത്, എനിക്ക് വിവരിക്കാൻ പാടില്ലാത്ത വിധം കഴിഞ്ഞ സെഷനിലൊക്കെ പ്രസംഗത്തിന്റെ പ്രകടമായിരുന്നു. എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 8 മണിക്ക് ഭക്ഷണവുമാണ്, മണി 8:15 ഇനി കുറച്ചുകൂടി സംസാരിക്കണം. ഞാൻ അതുകൊണ്ട് ഇത് നിർത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് KCL നവീകരണം ആവശ്യപ്പെടുന്ന ഇതൊക്കെയാണ് നമ്മുടെ, അതായത് ജ്ഞാനക്കാരെ ശ്രദ്ധിക്കേണ്ട ഒന്നിരുടെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, രക്തശുദ്ധി എന്ന് പറയുന്നത് ഇത് പറയാൻ പാടില്ല, നാണക്കേടാണ്. അത് നടക്കണം. മുപ്പപ്പള്ളി ജോയി നമ്മുടെ മൂലക്കാട് പിതാവിനെ ഇരുത്തിക്കൊണ്ട് ഒരു വേദിയിൽ സംസാരിക്കുകയാണ് കേട്ടോ. ഞങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് ചൂണ്ടിക്കാണിച്ചില്ല. മൂലക്കാട് പിതാവിനോട് നിങ്ങളൊക്കെ മേഖലാസ്വരപ്പാക്കാനാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. ദൈവമേ, ഞാൻ കുറച്ചിട്ടുണ്ടെങ്കിൽ മുപ്പപ്പള്ളി ജോയിയാണ് ഇപ്പം മേഖലാസ്വരും കാര്യങ്ങളും ഒക്കെ ആക്കാൻ പോകുന്നത്. എന്താണെന്നറിയാം, അങ്ങനെ പറയാനറിയാൻ പാടില്ല. സൂരീസ് ചർച്ച എന്ന് പറയുന്നത് അങ്ങനെ സുജൂരീസ് ചർച്ച് ആക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയിൽ നിന്ന് കോട്ടയം ജോലിയെ അടർത്തിയൊക്കെ മാറ്റിയിട്ട് ജ്ഞാനായ സഭ ഉണ്ടാക്കാൻ പോകുന്നു. ഉറപ്പള്ളി ജോലിയിൽ കുറെ ആളുകൾ പോയി. ഇതാണ് കാര്യം. ഇതിനൊന്നും മറുപടി പറയാൻ മാറണം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം നന്നായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. മാധ്യമങ്ങളെക്കാട്ടിലാവ് നന്നായി അതിന് മറുപടി പറഞ്ഞു. അന്നേരം അങ്ങനെ പറഞ്ഞത് ഈ എല്ലാവർക്കൊന്നും പാടില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞു. അതുപോലെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കണം, കാലഘട്ടത്തിനനുസരിച്ച് മനസ്സിലാക്കണം. ഈ രക്തശുദ്ധി വാദം നാണക്കേടായ അത് തള്ളിക്കളയും, ജ്ഞാനായ സഭ തള്ളിക്കളയും. എന്നിട്ട് നമ്മൾ എല്ലാവരെയും സ്വീകരിക്കണം. ഒരാളെ സ്വീകരിച്ചെന്ന് വിചാരിച്ച് ജ്ഞാനായക്കാരന്റെ അശുദ്ധി ഒന്നും വരാൻ പോകുന്നത്. അവൻ കല്യാണം ആലോചിക്കുമ്പോൾ അവരെ കാണുന്നു തരും. കല്യാണം ആലോചിക്കുമ്പോൾ മാനിക്കേണ്ട വീടാണെങ്കിൽ അവിടുന്ന് കല്യാണം ആലോചിക്കില്ല. ജ്ഞാനായക്കാരനാണെന്ന് പറഞ്ഞാൽ മാത്രമേ ആരും കല്യാണം കഴിക്കുകയില്ല. പണം വേണം, സ്വത്ത് വേണം, ജോലി വേണം, കടത വേണം, പിന്നെ കുടുംബ പാരമ്പര്യം വേണം. എല്ലാവരും ഉടനെ കല്യാണം കഴിക്കുള്ളൂ. ആ ഇതുകൂടി അങ്ങനെ വെച്ചേക്കണം. അവൻ ജ്ഞാനായ അല്ലാത്ത സ്ത്രീയാണ് കല്യാണം കഴിക്കുന്നത്. കുഴപ്പമില്ലല്ലോ. പക്ഷേ ഈ രീതിയിൽ നമ്മൾ എത്രയും വേഗം മാറ്റിയിട്ടുണ്ട്. കാരണം ഇത് കുടുംബ കലകം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതാണ് കാര്യം. കുടുംബത്തിൽ സഹോദരന്മാർ തമ്മിൽ പിണക്കം ഉണ്ടാകുന്നു. ഒരു സഹോദരൻ കോട്ടയം പള്ളിയിൽ പോകുമ്പോൾ ഞായറാഴ്ച വേറൊരു സഹോദരനും ഭാര്യയും മക്കളും കൂടെ പാലാകൂടിയുള്ള പള്ളിയിലേക്ക് പോകുന്നു. അവൻ മക്കൾ ചോദിക്കുക, അയ്യോ ഇതെന്താ പേരപ്പൻ അങ്ങോട്ട് പോകുന്നു, ചിറ്റപ്പൻ അങ്ങോട്ട് പോകുന്നു, ഇതിലേക്ക് ആരും മറുപടി പറയുന്നു, ഇതിലേക്ക് ആരും മറുപടി പറയുന്നത്. അതുപോലെ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങൾക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് 2ാം സ്ഥാനമാണോ 1ാം സ്ഥാനമോ കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു സമത്വം കിട്ടിയിട്ടുണ്ടോ? ജ്ഞാനായ സ്ത്രീയെയും കെട്ടിക്കൊണ്ടുവന്ന പാലാകൂടിയിലെ സ്ത്രീയും ഒരു സമത്വം നിങ്ങൾക്ക് വീട്ടിൽ കിട്ടാറുണ്ട്. ഏതെങ്കിലും തരത്തിൽ അമ്മായിമ്മ മതയും ആ അമ്മായിമ്മയുടെ പോലെ കൂടെ വർദ്ധിക്കാനായിട്ട് ഉള്ള സാധ്യതയുണ്ട്. അതുപോലെ മറ്റൊരു കാര്യങ്ങളുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ മക്കളുണ്ടായാലും ഇല്ലെങ്കിലും അവന് വീണ്ടും ഹോട്ടലിൽ വീട്ടിൽ കല്യാണം കഴിക്കാം. തിണ്ടിക്കൂടായിരിക്കണം, കെട്ടുകൂടായിരിക്കണം. ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ വരുന്ന മക്കൾ, അതായത് ഒരു മാതാപിതാക്കൾക്ക് പല രീതിയിലുള്ള മക്കളുണ്ടാവുന്നത്. അവർ തമ്മിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൊലപാതകം കത്തിയെടുത്തിട്ടുണ്ട്, കത്തിക്കൂത്ത് നടന്നിട്ടുണ്ട്. അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിവേചനത്തിന്റെ ഫലമായി. ഈ വിവേചനം സഹിക്കാൻ പറ്റുന്നതല്ല, അത് കൊലപാതകത്തിനേക്കാൾ കഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതൊക്കെ മാറ്റി നന്നായിട്ട് മുന്നോട്ട് പോകും. ഞാൻ നിർത്തുകയാണ്. പിന്നെ ഈ യോഗം സംഘടിപ്പിച്ച ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ കേന്ദ്ര കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. ഇവിടെ എനിക്ക് വരാൻ പോലും സാധിച്ചില്ല. എനിക്ക് സുഖമുണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്രയോ പ്രാവശ്യം ഇവിടെ വരേണ്ടതാണ്. അങ്ങനെ വരാതിരുന്നിട്ട് ഇവിടുത്തെ വലിയൊരു വിഭാഗം, ഈ ശ്രീ ലൂക്കോസ് മാത്യു, ശ്രീ സ്റ്റീവൻ, ശ്രീ ഷാജി, ശ്രീ സണ്ണി, ഇങ്ങനെ കുറെ അധികം ആളുകളുണ്ട്. ശ്രീ ലാലു, ഇവരുടെ പേര് ഇവിടെ വീടുവീടാതെ കയറി ഇറങ്ങി നടന്ന് ഈ കുടുംബ സമ്മേളനം സംഘടിപ്പിച്ച എല്ലാ പ്രവർത്തകരും കേന്ദ്ര കമ്മിറ്റിയുടെ പേരിൽ അകൈതമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതിനായി അഡ്വക്കേറ്റ് ബിജു
ഞാൻ അതിനോട് ക്ഷണിക്കുന്നു. ഇന്ന് ഉഴവൂർ കൊറോണ കമ്മിറ്റി ജ്ഞാനായ കത്തോലിക്ക നവീകരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബ നവീകരണ സെമിനാർ ഈ തിരുവനന്തപുരത്തിൽ സംഘടിപ്പിക്കുമ്പോൾ ഈ സെമിനാറിന്റെ സമാപനത്തിന് നടക്കുന്ന ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ തീർച്ചയായും ഞാൻ ഈ സമ്മേളനത്തിന് ഇന്ന് നടന്ന ഈ സെമിനാറിൽ ഇവിടെ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തർക്കും എല്ലാ ആശംസകളും ഭാവുകങ്ങളും അർപ്പിക്കുവാൻ ഞാൻ അവസരത്തിൽ ആദ്യമായി ആഗ്രഹിക്കുകയാണ്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച വളരെ ആവേശത്തോടുകൂടി സംസാരിച്ച ബഹുമാനായ ടി.ഒ. ജോസഫ് അവരുടെ പ്രസംഗം ഞാൻ ശ്രമിക്കുകയാണ്. അതുപോലെ ഒട്ടനവധി ആവേശകരമായ പ്രസംഗങ്ങളും ക്ലാസുകളും ഒക്കെ ഇവിടെ നടന്നു കഴിഞ്ഞു. അപ്പോൾ ഈ കൂടിച്ചേരലിന്റെ ഒരു ഉദ്ദേശം